വെള്ളമയമൊക്കെ പോയി കഴിയുമ്പോൾ നല്ല ആട്ടിയ വെളിച്ചെണ്ണ, നമ്മുടെ ചമ്പക്കുളത്തെ കളരിക്കൻ മില്ലിലെ നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ്. നല്ല മണമാണ്. അങ്ങോട്ട് ചട്ടിക്കകത്തോട്ട് അങ്ങോട്ട് നല്ലവണ്ണം പൊഴിക്കണം. വെളിച്ചെണ്ണ നല്ലതായിട്ട് ഒഴിയണേ. നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന കറി ആകണ്ടേ, വെളിച്ചെണ്ണ നല്ലതായിട്ട് ഒഴിക്കണം. ഒഴിച്ച് ചട്ടി ഒന്ന് കറക്കി ചട്ടിയുടെ എല്ലാ ഭാഗത്തോട്ടും വെളിച്ചെണ്ണ എടുപ്പിക്കുക. ഇനി എണ്ണ അങ്ങോട്ട് ചൂടാകണം. വെളിച്ചെണ്ണ സ്വല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക. വെളിച്ചെണ്ണയ്ക്കകത്താണ് കറി. ഓക്കെ, വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായി. നമ്മളിത് കടുക് അങ്ങോട്ട് ഇടുക പൊട്ടിക്കാനായിട്ട്. കടുക് അങ്ങോട്ടിട്ട് പൊട്ടിച്ചെടുത്ത് ആ പൊട്ടിയ കടുകിനകത്തോട്ട് നമ്മൾ കറിവേപ്പില, നേരത്തെ റെഡിയാക്കി വെച്ച കറിവേപ്പില അങ്ങോട്ട് കറിവേപ്പില ഇട്ട് പൊട്ടിക്കാൻ പറ്റും. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി ഇതെല്ലാം കൂടെ അങ്ങോട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലതായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അങ്ങോട്ട് മൂപ്പിച്ച് നല്ലതായിട്ട് മൂപ്പിച്ച് അങ്ങോട്ട് എടുക്കുക. ഇത് ഒത്തിരി മൂത്ത് പോകരുത്. ഇതിൻ്റെ പച്ചപ്പൊക്കെ മാറി വരണം. നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് ഇട്ട് അതിൻ്റെ പച്ചപ്പ് അങ്ങോട്ട് മാറണം. അങ്ങനെ നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഒന്ന് വഴണ്ട് കിട്ടി. അതിനകത്തോട്ട് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ആവശ്യത്തിന് ചേർക്കുക. നല്ല മല്ലിപ്പൊടിയും ചേർക്കുക ആവശ്യത്തിന്. ശേഷം നമുക്ക് നല്ല എരിവില്ലാത്ത മുളക് പൊടി, ഇത് നമ്മുടെ കളരിക്കൻ്റെ മില്ലിലെ മുളക് പൊടിയാണ്. എരിവില്ലാത്ത മുളക് പൊടി അതിനകത്തോട്ട് നല്ലോണം കൊണ്ട് ചേർക്കുക. നല്ല കളറും കിട്ടും, നല്ല ടേസ്റ്റ് കിട്ടും. എന്നിട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല അവനൊന്ന് മൂക്കണം. അത് മൂത്തതിന് ശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച കുടംപുളിയും ഉപ്പും കൂടെ ഉള്ള മിശ്രിതം, അതായത് നമ്മൾ മുൻകൂർ ഉപ്പും വെള്ളവും കുടംപുളിയും കൂടി ഇട്ട് വെക്കും. ആ വെള്ളം ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഒന്നുകൂടെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. ആ പുളിയുടെ സത്തൊക്കെ അങ്ങോട്ട് മുളകിനകത്തോട്ട് ഇറങ്ങണം. അതൊന്ന് യോജിച്ച് കഴിയുമ്പോഴേക്കും ആ പുളിയും മുളകും എല്ലാം കൂടെ യോജിച്ച് കഴിയുമ്പോൾ ഈ പരുവത്തിലാകും. അതിൻ്റെ അരപ്പിതാണ്. ഈ അരപ്പിനകത്തോട്ട് നമ്മളങ്ങോട്ട് നല്ല ചൂടായി നല്ല കുഴാന്നിരിക്കുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ നല്ല പച്ചവെള്ളം ഒഴിച്ചങ്ങോട്ട് കൊടുക്കണം. ആ മീൻ മുങ്ങിക്കിടന്ന് വേകാനുള്ള രീതിയിലുള്ള വെള്ളം ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കിയിട്ട് നമ്മളതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ മേളിലോട്ട് മൂടി വെക്കുക, തിളപ്പിക്കുക, തീ കൂട്ടിയിടുക. നമ്മുടെ മീൻചാറ് റെഡിയായിട്ടുണ്ട്. അതിനെ തിളച്ച് മറിഞ്ഞ് അങ്ങോട്ട് ഇരിക്കുമ്പം അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ചെറുതായിട്ടൊന്ന് ഉപ്പ് നോക്കണം. ഉപ്പും പുളിയെല്ലാം പാകത്തിനാണ്. നമുക്ക് ഒരു സ്വല്പം കൂടി ഉപ്പിടാം. മീൻ കഷ്ണം ഇടാൻ നേരത്ത് ഒരു സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അങ്ങോട്ടിട്ട് ഇളക്കി കൊടുക്കുക. അതിനകത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വരാലിൻ്റെ പീസ് അങ്ങോട്ടേ ഇതേണ്ട നല്ല വരാലിൻ്റെ പീസും ഇട്ടെടുക്കുക. വരാലിൻ്റെ തല തലപ്പീസ് അങ്ങോട്ട് ഇട്ട് എടുക്കുക.
വരാലിൻ്റെ പീസെല്ലാം തേങ്ങനെ അങ്ങോട്ട് അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് അങ്ങോട്ട് കൊടുക്കുക. എല്ലായിടത്തോട്ടും അങ്ങ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്നുകൂടെ നമുക്ക് ഇളക്കി അങ്ങോട്ട് സ്പൂണിട്ട് അധികം ഇളക്കണ്ട. ഈ ചാറിനകത്തോട്ടൊന്ന് മുക്കി കൊടുക്കാം. എല്ലാം നല്ല മുങ്ങി കിടന്നങ്ങോട്ട് നല്ല പരുവത്തിലങ്ങോട്ട് ആകണം. മുക്കി അങ്ങോട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് അങ്ങോട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇത് തിളച്ച് വറ്റിക്കഴിയുമ്പോൾ നല്ല നാടൻ വരാല് കറി. തിളക്കട്ടെ. പിന്നെ നല്ലൊരു തിളച്ചെടുക്കാം. നമ്മുടെ കറി നല്ല തിളച്ച് മറിയുക. വരാല് കറി നല്ല തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ കഷ്ണത്തിൻ്റെ മേളിലോട്ടൊക്കെ ഈ ചാറ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിനെ പിടിച്ച് നല്ല തുണി അങ്ങോട്ട് എടുത്ത് പിന്നെ കറക്കി കൊടുക്കണം. എന്നിട്ട് ഇത് മേലോട്ട് വെച്ച് കൊടുക്കണം. നല്ല ചൂട് വറക്കുക. മേലോട്ടെല്ലാം ചാറ്. ഇനി സ്പൂണിട്ട് ഇളക്കല്ലേ, ഇളക്കി പൊടിഞ്ഞു പോകും. ഇങ്ങനെ ഒന്ന് വങ്ക് ഒപ്പിച്ച് ഇതിലൊക്കെ ഒന്ന് പിടിക്കണം. ഒരു 5 മിനിറ്റ് കൂടെ ഇതങ്ങോട്ട് കിടന്ന് തിളയ്ക്കണം. അപ്പോൾ ഈ ചാറ് വറ്റി ഇതിലോട്ടൊക്കെ പിടിക്കും. അതിൻ്റെ നമ്മുടെ മീൻചാറിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഉപ്പൊക്കെ ഉണ്ടോ പുളിയുണ്ടോ വെച്ച് അടിപൊളി. എല്ലാ നാടൻ കുളമ്പുളിയുടെയും ആ ഉപ്പിൻ്റെ എല്ലാം സത്തൊക്കെ അങ്ങോട്ട് ഇറങ്ങി നല്ല സ്റ്റൈലായി. ആ വെളിച്ചെണ്ണ കിടക്കുന്നുണ്ടോ? നമ്മുടെ ആ നാടൻ വെളിച്ചെണ്ണയുടെ ആ കിനിപ്പുണ്ട് ഇതിനകത്ത്. അതതിൻ്റെ ടേസ്റ്റ്. മൂടി വെക്കാം. റെഡിയായിട്ടുണ്ട്. മീൻകറി റെഡിയായതേ. നല്ല ചാറൊക്കെ നല്ല കുറുകി നല്ല കഷ്ണത്തേലോട്ടൊക്കെ അങ്ങോട്ട് പിടിക്കുക. നമുക്കിനി ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് നല്ല പൊറോട്ടയുടെ കൂടെ നല്ല വരാല് കറി കൂട്ടി കഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കറി റെഡിയായിട്ടുണ്ട്. കറി നമ്മൾ രാവിലെ മേടിച്ച പൊറോട്ട, നമ്മുടെ സ്റ്റാൻഡിലെ ബ്രദേഴ്സ് ഹോട്ടൽ, നമ്മുടെ റോയിച്ചേട്ടൻ്റെ കടയിൽ നിന്ന് മേടിച്ച പൊറോട്ടയും കൂട്ടി നല്ല വരാല് കറി കഴിക്കാൻ പോവുക. രാവിലെ ഇറക്കുന്നുണ്ട. നല്ലൊരു കഷ്ണം അങ്ങോട്ട് എടുക്കുക, പാത്രത്തിലോട്ട് ഇങ്ങനെ വെക്കുക, നല്ല ചാറ് അങ്ങോട്ട് ഒഴിക്കുക. പൊടി വരുന്നു. ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് അങ്ങോട്ട് വെച്ചിട്ട് മൂടി അങ്ങോട്ട് വെക്കുക. ഇത് മൊത്തം ഇന്ന് രാവിലെ നമ്മൾ തിന്നത്. എന്നിട്ട് നല്ല പൊറോട്ട, ഈ ചാറിനകത്തോട്ടുള്ള പൊറോട്ട അങ്ങോട്ട് എടുത്ത് വായിലോട്ട് വെക്കുക. ഞാൻ ചൂടുള്ള പീസ് ആ ഗ്രേവിക്കകത്തോട്ട് അങ്ങോട്ട് മുക്കി. നോന് വേണോ? എന്നാ ആ വരാലിൻ്റെ പീസും എന്നാ ടേസ്റ്റാ. അപ്പം ഞാനീ പൊറോട്ടയും വരാല് കറി എല്ലാം കൂടെ ഒരു പിടുത്തം പിടിക്കുക കേട്ടോ.